ഇപ്പോൾ ആടൊരു ഭീകരജീവി ഞാൻ അതിന് മുമ്പേ ഞാൻ കഥ പറഞ്ഞ് കേട്ടിരുന്ന സമയത്ത് ഇതിന് പറ്റിയ ആളാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാൻഡ്ര അത് ഞാൻ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല സാൻഡ്ര, എനിക്ക് അയാളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷാജി പാപ്പൻ വീണ്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ രൂപം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, എടാ കൊമ്പം മീശ, ഇങ്ങനത്തെ ഒരു ഷർട്ട്, ഇങ്ങനത്തെ ഒരു ചുവന്ന മുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടാ അത് ഈ കൊമ്പം മീശയൊക്കെ വെച്ച് ബോറായി പോകും. എനിക്കറിയില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ഓക്കെ ആണെങ്കിൽ നീ നോക്ക്. അങ്ങനെയാണ് ഷാജി പാപ്പൻ ജനിക്കുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ ഫുൾ കോമഡി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡയറക്ടറൊക്കെ പറഞ്ഞു ചേട്ടാ ഇത് ഓടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ വല്ല നാട് വിട്ടു. കാരണം അങ്ങനെ ഒരു ഹ്യൂമറുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സെൻസർ ബോഡിയിൽ നിന്ന് ഭയങ്കര റിപ്പോർട്ട് പറയണു, ചേട്ടാ ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു അവർ. എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു ഞാൻ എക്സൈറ്റഡ് ആവാറില്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു എടാ അത് വിട്, സെൻസർ ബോർഡും വിട്, നമ്മുടെ പ്രിവ്യൂ കണ്ടവരും ചിരിച്ചോട്ടെ, അതൊക്കെ വിട്ടേക്ക്, അതിലൊന്നും നീ എക്സൈറ്റഡ് ആവണ്ട. ഇത് തിയേറ്ററിൽ ജനങ്ങൾ തീരുമാനിക്കണം.